പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ പ്രതികരണവുമായി കെ മുരളീധരൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. വലിയ തരത്തിൽ ഈ അവസാന ദിവസമടക്കം ഇന്നലെ അടക്കം ചർച്ചയായത് ഈ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, പരസ്യം അതുപോലത്തെ ഒരു പരസ്യം ആരും കൊടുക്കാൻ പാടില്ല. കാരണം LDF സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ അവർക്ക് പറയാം, സ്ഥാനാർത്ഥിയുടെ മികവിനെക്കുറിച്ച് പറയാം. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ്സിലേക്ക് വന്ന ഒരു വ്യക്തി അദ്ദേഹം BJPയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഇന്നലെ വരെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല, ഒരു പുതിയ മനുഷ്യനായി ഞാൻ ഈ പാർട്ടിയിലേക്ക് വരികയാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ വരുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതിനെക്കുറിച്ച് ഇന്നെന്താ പ്രസക്തി എന്താ? പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം, പ്രത്യേകിച്ച് ഈ സ്ഥലം വിട്ടു കൊടുക്കുന്ന ആ ഒരു പ്രതികരണം ഉചിതമായ സമയത്തായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹം പറഞ്ഞത് അമ്മ എഴുതി കൊടുത്ത വിൽപ്പത്രത്തിൻ്റെ ഭാഗമാണ്. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഉള്ള ചില നിയമവശങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് വിട്ടുകൊടുക്കില്ല എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം അമ്മയുടെ വിൽപ്പത്രമാണ്, അമ്മ ജീവിച്ചിരിപ്പില്ല. ഏതായാലും അത് നിയമവശങ്ങൾ നോക്കി അദ്ദേഹം ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് പോളിംഗ് കുറയും, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് കുറയും, അത് UDFന് അനുകൂലമാകുമെന്നാണ്. സാധാരണ പോളിംഗ് കൂടുന്നതാണ് UDFന് വിജയ പ്രതീക്ഷ നൽകുന്നത്. അല്ല, അതിൽ ഈ പോളിംഗ് പഴയ കാലഘട്ടമല്ല, പോളിംഗ് കൂടുന്നതനുസരിച്ച് UDF ജയിക്കുന്നു പറയുമ്പോൾ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഏത് പ്രദേശങ്ങളിൽ പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷെ ആദ്യ റൗണ്ട് നോക്കുമ്പോൾ എല്ലാ പ്രദേശത്തും സാമാന്യം നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 1-2 മണിക്കൂർ കൊണ്ട് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മൊത്തത്തിൽ വരുമ്പോഴാണല്ലോ, ചിലപ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ നല്ല ആവേശത്തിൽ ആൾ വരും, അത് കഴിഞ്ഞാൽ കുറയും. ചേലക്കരയിലും വയനാട്ടിലും ഉണ്ടായത് അതാണ്. ആദ്യത്തെ റൗണ്ടിൽ നല്ല പോളിംഗ് ആയിരുന്നു, പക്ഷെ പിന്നീട് കുറഞ്ഞു. അപ്പോൾ ഇത്തവണ ഇവിടെ ഇപ്പോൾ നല്ല ആവേശം കാണുന്നുണ്ട്. ഇതേ ട്രെൻഡ് നിലനിന്നാൽ ഒരു 70% കൂടുതൽ, ഒരു 75% വരാനുള്ള സാധ്യത ഇപ്പം കാണുന്നുണ്ട്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞാലേ ഈ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ.